പിണറായി സർക്കാർ അടിമുടി മാറിയിരിക്കുന്നു. പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. NSSും SNDPയുമായിട്ട് വലിയ രീതിയിൽ അടുപ്പം കാണിക്കുന്നു. SNDP ജനറൽ സെക്രട്ടറിയെ മുഖ്യമന്ത്രി തന്നെ സ്വന്തം കാറിൽ ഈ സംഗമം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. NSSൻ്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്നു. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഇനി ഒരു തരത്തിലും സർക്കാർ ഇടപെടില്ല. ആ പരമ്പരാഗതമായിട്ട് എന്താണോ തുടർന്ന് വന്നത് അതുതന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ഉറപ്പ് നൽകുന്നു. ഏറ്റവും ഒടുവിൽ കടപ്പുറം സുധാമണി എന്ന് വിളിച്ച് കളിയാക്കിയിരുന്ന മാതാ അമൃതാനന്ദമയി അമ്മയെ അവർ ഐക്യരാഷ്ട്രസഭയിൽ പ്രഭാഷണം നടത്തിയതിൻ്റെ 25ാം വാർഷികത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം നൽകി ആദരിക്കുന്നു. എന്താണ് പിണറായി സർക്കാരിന് ഈ മാറ്റം വരാൻ കാരണം? ഒരു ഇംഗ്ലീഷ് ഇതുണ്ട്, മാർക്സ് വിൽ ബി ടേണിങ് ഇസ് ഷേക്കിംഗ് ഇൻ ഇസ് ഗ്രേവ്, ടേണിങ് ഇൻ ഇസ് ഗ്രേവ്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മാർക്സിസ്റ്റൊക്കെ CPM അങ്ങ് ഉപേക്ഷിച്ച് മാറ്റി നിർത്തി. എന്താണ് പ്രാക്ടിക്കൽ പൊളിറ്റിക്സ്, എന്താണ് പ്രാക്ടിക്കലി ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് പ്രായോഗിക രാഷ്ട്രീയം, എങ്ങനെയാണ് പ്രായോഗിക രാഷ്ട്രീയം എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനെ വിജയിക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള കരുക്കൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന CPM പിണറായി വിജയൻ. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശബരിമല ആഗോള സംഗമം നടത്തുന്നു പമ്പയിൽ വെച്ച്. ഈ ആഗോള സംഗമത്തിൽ CPIM തന്നെ, അല്ലെങ്കിൽ CPIM പറയുന്നത് ഞങ്ങൾ സുപ്രീം കോടതിയുടെ വിധി, അല്ലെങ്കിൽ ഈ സർക്കാർ സർക്കാർ ഞങ്ങൾ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് നടപ്പാക്കിയാണ്, അതുകൊണ്ടാണ് യുവതികളെ കയറ്റിയത്. അങ്ങനെയൊന്നുമല്ലല്ലോ, ഫോഴ്സ്ഫുള്ളായിട്ടല്ലല്ലോ കയറ്റേണ്ടിയിരുന്നത്. ആ കയറ്റിയ യുവതികൾ ബിന്ദു അമ്മണി കരഞ്ഞോണ്ട് പറയാം എന്നെയും കൂടെ വിളിക്കും സംഗമത്തിൽ നിന്ന്. CPM സംസ്ഥാന സെക്രട്ടറി പരസ്യമായിട്ട് പറയുന്നത് ഇല്ലില്ല, ഞങ്ങൾ പൂർണ്ണമായും ഭക്തർക്കൊപ്പമാണ്. CPM എന്നും ഭക്തരുടെ കൂടെ നിൽക്കുന്ന പ്രസ്ഥാനമാണ്. ഈ സെലക്റ്റീവ് അമിനേഷ്യ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കത് മറന്നു, ഇതിനു മുമ്പിൽ എന്തായാലും നടന്നുള്ളത്, CPM എന്തൊക്കെ ചെയ്തിരുന്നു, അതും ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം. അപ്പം അതുകൊണ്ട് CPMന് ഇലക്ഷൻ ജയിക്കണം, മൂന്നാമത്തെ വട്ടം കൂടെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരണം, ഒരു റെക്കോർഡ് സൃഷ്ടിക്കണം, അതോടുകൂടി കോൺഗ്രസിനെ ഡിസമിനേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാകുമോ ഒന്നും പറയാൻ പറ്റില്ല. ഇലക്ഷൻ എന്ന് പറഞ്ഞ സാധനം വേറൊരു സാധനമാണ്. പൊളിറ്റിക്സ് ഔട്ട് ഓഫ് ദ പോസിബിലിറ്റി. ഇലക്ഷൻ്റെ ദിവസം എന്ത് വേണം സംഭവിക്കാം. അതൊന്നും ഇപ്പോൾ 6 മാസം കൊണ്ട് ഫോർകാസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ CPM കരുക്കൾ കൃത്യമായി നീക്കുന്നു, ഹിന്ദു അപ്പീസ്മെന്റ് ചെയ്യുന്നു. അത് CPMന് അറിയാം. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനോടുകൂടി ഒരുപാട് ഈഴവ പോക്കറ്റ്സിൽ നിന്ന് കായംകുളം പോലത്തെ നിയോജകമണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ 1ാം സ്ഥാനത്ത് വരുന്നു 2024 ലോക്സഭാ ഇലക്ഷനെ കൂട്ടിയാണ്. അപ്പൊ ഇത് ഒരു വളരെ വലിയ മെസ്സേജ് ആയിരുന്നു. അല്ലെങ്കിൽ BJPക്ക് 19.5 to 20% വോട്ട് കിട്ടുന്നു. അപ്പൊ ഇത് CPMന് വളരെയധികം തീർച്ചയായും ഭയപ്പെടുന്നു. CPMന് വോട്ട് ബാങ്ക് ആണല്ലോ ഈ വോട്ട് ബാങ്ക് ഒക്കെ. CPM ആണല്ലോ ഏറ്റവും വലിയ ഹിന്ദുത്വ പാർട്ടി ആദ്യം മുതൽ. CPM ഇതൊക്കെ പറയുമെങ്കിലും CPMനാണ് കൂടുതൽ ഓർഗനൈസ് ആയിട്ട് ചെയ്യാൻ പറ്റിയത്. അത് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ അതുകൊണ്ട് CPM വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് NSS ജനറൽ സെക്രട്ടറിക്ക് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയപ്പം കാണാൻ പോയി. NSS ഇപ്പം CPM ഈ എന്താ പറയുക സമദൂര സിദ്ധാന്തം ഉപേക്ഷിക്കുന്നു. ഓൾമോസ്റ്റ് അത് ഒരു ലെഫ്റ്റിന്റെ പാളത്തിലേക്ക് പോകുന്നു. ഇന്ന് രാവിലെയും സുകുമാരൻ നായർ പറയുന്നു, ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, പിന്നെ പ്രതിഷേധങ്ങളും ഇതൊക്കെ എതിർപ്പുകളൊക്കെ നോക്കട്ടെ, നമുക്ക് നേരിടാം, ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ പ്രശാന്ത് ചോദിച്ചത് ഏറ്റവും രസകരമായ സംഭവം, കടപ്പുറം സുധാമണി എന്ന് എല്ലാ കാലത്തും വിളിച്ചിരുന്ന CPIM അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസിനെ പോലത്തെ അവരുടെ ഇപ്പോഴത്തെ MP, കൈരളി ടിവിന്റെ MD ആയിരുന്ന എഡിറ്ററായിരുന്ന അദ്ദേഹം അമേരിക്കയിൽ പോയിട്ട് ആ സ്ത്രീയെ, അമ്മയ്ക്കെതിരെ പുസ്തകം എഴുതിയ ട്രെഡ്വെല്ലിനെ അവരെ ഇന്റർവ്യൂ ചെയ്യുന്നു. ആ ആശ്രമത്തിൽ മുഴുവൻ എന്താ പറയുക അനാചാരങ്ങളും ദുഷ്ടാചാരങ്ങളും ഒക്കെ നടത്തുന്ന ആൾദൈവങ്ങൾ ഒരു കാരണവശാൽ അംഗീകരിക്കില്ല എന്ന് പറയുന്ന പാർട്ടിയുടെ കൾച്ചറൽ മിനിസ്റ്റർ ഇന്ന് സജി ചെറിയാൻ പോയി അമ്മയ്ക്ക് മൊത്തം കൊടുക്കുന്നു. ഇത് നേരത്തെ ഭാരതത്തിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ സാധനം അന്ന് ഇവർക്ക് പറ്റില്ല. 25 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി കൊള്ളാം, ഇത് ശരിയാണ്. പണ്ട് കമ്പ്യൂട്ടറും ട്രാക്ടറും ഒക്കെ ചെയ്തത് അതേപോലെ തന്നെ അതേ ഇതിലേക്കാണ് ഹിന്ദു ദേശീയതയിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് CPIM മെല്ലെ നടന്നെടുക്കുകയാണ്. CPMന് കൃത്യമായിട്ട് എഴുത്ത് മനസ്സിലായിട്ടുണ്ട്. റൈറ്റിംഗ് ഓൺ ദ വാൾ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ എഴുത്ത് എന്താണ് ചുമര എഴുത്തെന്ന് മനസ്സിലായിട്ടുണ്ട്. ബംഗാളോ അല്ലെങ്കിൽ ത്രിപുരയോ ആകാൻ പറ്റില്ല. ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. പിടിച്ചു നിൽക്കാനുള്ള പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ അധികാരത്തിൽ തിരിച്ചു വരേണ്ട എന്ത് ഭാഷ ഉപയോഗിച്ച് വിളിച്ചാലും ശരി, ഇതാണ് CPM ചെയ്യാൻ പോകുന്നത്. പിന്നെ CPM എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഒരു സിംഗിൾ പാർട്ടിയാണത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒറ്റയ്ക്കുള്ള പാർട്ടി. ആ പാർട്ടിയിൽ എതിർ ശബ്ദങ്ങളില്ല. എതിർ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം ഇതിനെതിരെ പ്രതികരിക്കുമായിരുന്നു. ഇപ്പം അങ്ങനത്തെ ശബ്ദങ്ങളൊന്നുമില്ല. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞാലും മാധ്യമങ്ങൾക്ക് ജ്യൂസി സ്റ്റോറീസ് ഒന്നുമില്ല. കാരണം ഒരു എതിർപ്പുമില്ല. ഏകാധിപതി പോലെ പിണറായി വിജയൻ നയിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എല്ലാ എതിർപ്പുകളും മാറ്റിവെച്ച്
എല്ലാ ഹൈന്ദവ പ്രസ്ഥാനങ്ങളോടും അത് അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന CPM അതൊരു വലിയ പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സ് അവർ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു. അന്ന് പമ്പ സംഗമം നടക്കുന്ന ദിവസം SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ കാറിലാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അതിനൊരു ന്യായീകരണം അല്ലല്ല, അത് മാത്രമല്ല CPM സംസ്ഥാന സെക്രട്ടറി 10-100 മീറ്റർ മാത്രമേ ദൂരം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ആ കാറിൽ അദ്ദേഹത്തിനെ കൂട്ടിയെന്നേ ഉള്ളൂ. അരിയാഹാരം കഴിക്കുന്ന എല്ലാവരും മനസ്സിലാവും. കൃത്യമായിട്ടുള്ള മെസ്സേജ് കൊടുക്കുകയാണ്, ഞങ്ങൾ വളരെ അടുപ്പമാണ്, SNDP യോഗം അല്ലെങ്കിൽ SNDPയുമായിട്ട് അല്ല അതുവഴി ഇഴവ വോട്ടുകളുമായിട്ട് ഞങ്ങൾ വളരെ അടുപ്പമുണ്ട്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ് ഇഴവന്മാർ. ആ ഇഴവ വോട്ട് ബാങ്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ട് നിൽക്കുന്നു എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളിനി ഞങ്ങളെ പറ്റി തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള മെസ്സേജാണ് അവർ കൊടുത്തത്. ഇത്രയൊക്കെ ചെയ്യുമ്പോഴും BJPയും RSSും തന്നെയാണ് CPMന്റെ പ്രധാന എതിരാളികൾ. അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? അല്ല, BJP RSSും പ്രധാന എതിരാളികളെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് രക്തസാക്ഷികളും ബലിദാനികളും ഒക്കെ ഉണ്ടായ സംഘടനകളുടെ ഭീകരമായ സംഘടനകളുടെ ഒരു ചരിത്രമുണ്ടായിട്ടുണ്ട്. അത്ര എളുപ്പം CPMനെ അതിനെ മാറ്റി പരസ്യമായിട്ട് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ BJP തിരിച്ച് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് രക്തസാക്ഷികളും ബലിദാനികളും ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടന. ചോരയിൽ കുളിച്ച ചരിത്രം. കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്ന ആളാണ് ഞാൻ. നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്തൊക്കെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു CPM ആ സ്റ്റാൻഡ് എടുക്കും. പക്ഷെ BJP അല്ല ഹിന്ദു വോട്ടിന്റെ മൊത്തം ആളുകൾ എന്നുള്ളൊരു മെസ്സേജാണ് CPM കൊടുത്തുകൊണ്ടിരിക്കുന്നത്. BJPക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഇതിലൊക്കെ ഞങ്ങളും വിശ്വാസികളുടെ കൂടെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. BJPയും RSSും അല്ല സംഘപരിവാർ പ്രസ്ഥാനങ്ങളും മാത്രമായിരുന്നു ഹിന്ദുക്കൾക്ക് വേണ്ടി പറയാനുണ്ടായിരുന്നത്, ശബ്ദിക്കാൻ വേണ്ടിണ്ടായിരുന്നത്. അത് നല്ല CPM ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് BJP എങ്ങനെ കൗണ്ടർ ചെയ്യും, അല്ലെങ്കിൽ BJPക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺഗ്രസും BJPന്റെയും റെസ്പോൺസ് വളരെ ഫീബിളായിരുന്നു. ഇന്നും കെ മുരളീധരൻ പറഞ്ഞത് അല്ലല്ല, NSS അങ്ങനെ തീരുമാനമെടുത്തു, കോൺഗ്രസ് എല്ലാ കാലത്തും പിന്നെ ഒരു ഇതിൽ നിൽക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞത്. അല്ലാതെ NSSന്റെ തീരുമാനം തെറ്റായി പോയിരുന്നു, NSSന്റെ ജനറൽ സെക്രട്ടറിയെ ഞങ്ങൾ തിരസ്കരിക്കുന്നു കോൺഗ്രസ് BJPയും പറഞ്ഞിട്ടില്ല, കോൺഗ്രസും പറഞ്ഞില്ല. പോരട്ടെ എനിക്കെല്ലാവരും. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടി CPM കോൺഗ്രസ് ഇക്കാര്യത്തിൽ BJPയേക്കാൾ കൂടുതൽ ഭയം കോൺഗ്രസിനുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം RSSന്റെ കേഡർ സ്വഭാവം ഉള്ളത് കൊണ്ട് ഈ RSS വോട്ട് തീർച്ചയായിട്ടും നഷ്ടപ്പെടില്ല എന്നുണ്ട്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. NSSന്റെ വോട്ട് അവരെ സംബന്ധിച്ച് അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഇലക്ഷൻ RSS കാർഡ് വോട്ടുകൾ മാത്രമല്ല പ്രശ്നം, ഇലക്ഷൻ എല്ലാ വോട്ടുകളും വേണം. അപ്പൊ ആ വോട്ടുകൾ എങ്ങനെ പോകും എന്നുള്ളത് ഒരു വളരെയധികം ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട സബ്ജക്റ്റാണ്. എങ്ങനെ പോകും? ഇനി സുകുമാരൻ നായരോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനോ പറഞ്ഞതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ നായന്മാരും മുഴുവൻ ഇഴവന്മാരും വോട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അങ്ങനെ സംഭവിക്കുകയില്ല. VM സുധീരൻ തോൽപ്പിക്കണമെന്ന് വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചു, VM സുധീരൻ ജയിച്ചു. KC വേണുഗോപാലിനെ തോൽപ്പിക്കണമെന്ന് വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചു, അദ്ദേഹം ജയിച്ചു. അപ്പൊ ഇതൊന്നും ജനങ്ങളെ പണ്ട് PC വിഷ്ണുനാഥിനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ വലിയ അതെ എന്റെ അറിവിൽ VD സതീശൻ തോൽപ്പിക്കണമെന്ന് അദ്ദേഹം ജയിച്ചു. അപ്പൊ ഇതൊക്കെ കോൺഗ്രസ് എന്റെ അറിവിൽ 2001 തെരഞ്ഞെടുപ്പിന് മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പത്രത്തിൽ വന്ന വാർത്ത വായിച്ചാണ്, PJ ജോസഫിനെ ഞങ്ങൾ തോൽപ്പിക്കും എന്ന് പറഞ്ഞു. അന്ന് PJ ജോസഫിനെ തോൽപ്പിച്ചു. അല്ല അത് +2 സ്കൂൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് അന്ന് SNDP വീടാന്തരം കയറി ഇറങ്ങി PJ ജോസഫിന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വർക്ക് ചെയ്തു തൊടുപുഴയിൽ. അല്ല, അതിന്റെ കാരണം എന്ന് വെച്ചാല് അതൊരു സോഷ്യൽ ഇഷ്യൂ, അവരെ ബാധിക്കുന്ന ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയാം. വ്യക്തിവിരോധത്തിൽ ഞാൻ ഇങ്ങനെ തോൽപ്പിക്കുന്നു പറഞ്ഞാൽ അത് വർക്കൗട്ട് ആവില്ല. ഇല്ല, ഇത് വർക്കൗട്ട് ആവും. അതുപോലെ ചിലപ്പം ഈ CPM ആയിട്ടുള്ള ഈ ഒരു അടുപ്പം അത് കൺവിൻസ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം അവർക്ക് വർക്കൗട്ട് ആവാം. അപ്പൊ എന്തുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത് വേണമെങ്കിൽ അവർക്ക് പറയാം, മുസ്ലിം ബോഗി കാണിക്കാം. ഇപ്പൊ അതായത് അതുകൊണ്ടാണല്ലോ സമസ്ത സുപ്രഭാതം കഴിഞ്ഞ ദിവസം എഡിറ്റോറിയൽ എഴുതി ഈ CPMന്റെ ഈ പ്രീണനങ്ങൾ. ഈ പ്രീണനം ആരെഴുതുന്നത്? സുപ്രഭാതം. എന്താ പ്രീണനം എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പ്രീണിപ്പിക്കുകയാണ് ഇടതുപക്ഷ മുന്നണി ഹിന്ദു സംഘടനകൾ അല്ലെങ്കിൽ മതം കലർത്തി പ്രീണിപ്പിക്കാനെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊരു ഭയം. CPM മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചാൽ കുഴപ്പമില്ല, നേരെ മറിച്ച് ക്രിസ്ത്യാനികളെയോ ഹിന്ദുക്കളെയോ പ്രീണിപ്പിച്ചാൽ, ഈഴവരെ പ്രീണിപ്പിച്ചാൽ, നായന്മാരെ പ്രീണിപ്പിച്ചാൽ ഒക്കെ അത് വലിയ വിഷയമാണ്. അല്ല, CPM വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഗാമ്പിളാണ്, വളരെ കാൽക്കുലേറ്റഡ് ഗാമ്പിളാണ്. കാരണം അവർക്ക് മനസ്സിലായി ലോക്സഭയിൽ എല്ലാ മുസ്ലിം വോട്ടുകളും എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസിന് പോയിട്ടുണ്ട്, LDFന് പോയിട്ടുണ്ട്. അതേ സമയത്ത് അവരുടെ കൃത്യമായ അവരുടെ കിട്ടിയുള്ള വോട്ട് ബാങ്ക് ആയിരുന്ന ഇഴവ വോട്ട് ബാങ്ക് കൂടെ അത് ചോർന്നു പോയിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. മാത്രമല്ല BJP പഴയ BJP അല്ല എന്നും BJP ഫോർ വിന്നിങ്,
ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന പാർട്ടിയാണ് BJP എന്നും അവർക്ക് മനസ്സിലായി. കാരണം ആറ്റിങ്ങൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി മുരളീധരൻ 8,10,000 വോട്ടിനാണ് തൂക്കുന്നത്. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ശക്തമായ ഇലക്ഷൻ കാഴ്ചവെച്ചു. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു. തിരുവനന്തപുരത്ത് 10,000 12,000 എനിക്ക് വോട്ട് ഓർമ്മ രാജീവ് ചന്ദ്രശേഖർ തോൽക്കുന്നു. ഇതൊക്കെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കോ ഒരു രാഷ്ട്രീയം നന്നായി പഠിക്കുന്ന ആളുകൾക്കോ വളരെയധികം ഇതുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് CPM പോലത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇത് 24 hours ഇത് പഠിക്കുന്ന പാർട്ടിയാണ്. നമ്മൾ പണ്ട് പറയുക CPM ഒരു വീട്ടിലെ ആൾക്കാരുടെ കഥയും അറിയാം, അവിടെ പോയി എന്ത് ബ്രാഞ്ച് അത്രയും വെൽ ഓയിൽഡ് മെഷീനായിട്ട് പണ്ടിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിക്ക് കൃത്യമായിട്ടും അതിന്റെ ചെവികൾ ഭൂമിയോട് ഒട്ടി നിൽക്കുന്നതാണ്, അതിനറിയാം എന്താണ് ഓരോ സ്പന്ദനങ്ങൾ. അപ്പോൾ അതിന്റെ എല്ലാ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും അതിന്റെ ഏരിയ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള മുകളിലേക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഇത് സംഭവിക്കുന്നു, കേരളത്തിലൊരു ഷിഫ്റ്റ് നടക്കുന്നു, ആ ഷിഫ്റ്റിനെ എങ്ങനെ കർട്ടൈൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ബ്ലോക്ക് ചെയ്യാം, അതാണ് CPM ചിന്തിച്ചിട്ടുള്ളൂ. അത് ഏത് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ ഇനി ഒരു കായികമായ ഏറ്റുമുട്ടലിലൂടെ BJPയെയോ അല്ലെങ്കിൽ ഈ പരിവാർ സംഘടനകളെയോ ഒതുക്കി നിർത്താൻ സാധിക്കില്ല എന്ന് CPMന് മനസ്സിലായി. അതിനൊക്കെ അവരൊരു കാലത്ത് ശ്രമിച്ചിരുന്നു. രണ്ട് ലോക്സഭാ സീറ്റ് മാത്രം 1984 കാലത്ത് BJP അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ CPMനോട് നേരെ പോരാടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും CPM നേരത്തെ അറിയാവുന്നതാണ്. പക്ഷേ CPM അന്ന് BJP നേരിടുന്നത് അല്ലെ സംഘപരിവാറിനെ നേരിടുന്നത് വേറെ ആർക്കോ കാണിച്ചു കൊടുക്കാനാണ്. ഞങ്ങളാണ് നിങ്ങളുടെ സംരക്ഷകർ, കേരളം ഹിന്ദു ഭൂമിയായി മാറും, ഹിന്ദു രാഷ്ട്രമായി മാറും, അപ്പോൾ അതിനെതിരെ നിൽക്കുന്നത് ഞങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് ഇത് നടക്കാത്തത് എന്ന് നമുക്കറിയാം. നമ്മൾ വളരെ താഴെത്തട്ടിൽ ഇത് കണ്ട ആളുകൾ, അപ്പോൾ നമുക്കറിയാം. ഇതായിരുന്നു CPM ഈ മെസ്സേജ് ആയിരുന്നു കൊടുക്കാൻ ശ്രമിച്ചത്. ഈ ഒരു രാഷ്ട്രീയമാണ് കളിച്ചോണ്ടത്. പക്ഷെ ഇപ്പം CPM മനസ്സിലായി ആ രാഷ്ട്രീയത്തിന് വേറെ ആൾക്കാർ അവകാശികളായിട്ടുണ്ട്. കുറച്ചും കൂടി വൃത്തിയുള്ള കോൺഗ്രസ്സുകാരും മതി, അല്ലെ വൃത്തിയായിട്ട് സംസാരിക്കുന്ന കോൺഗ്രസ്സുകാർ മതി എന്ന് ആ കമ്മ്യൂണിറ്റീസിന് മനസ്സിലായപ്പോൾ അവർ ലോക്സഭയിൽ കൃത്യമാണ്. അത് മാത്രമല്ല ലോക്സഭ ഇലക്ഷൻ വേറെ രീതിയിലുള്ള ഇലക്ഷനാണ്. രാഹുൽ ഗാന്ധി ആണ് അറ്റ്ലീസ്റ്റ് ഒരു സാധ്യത നരേന്ദ്രമോദി തോൽപ്പിക്കാൻ, അതായത് കോൺഗ്രസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവർ കോൺഗ്രസിനെ വോട്ട് ചെയ്തു. അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ ഇതിരുന്നത്. പക്ഷേ CPM കണക്കൂട്ടിയിട്ടുണ്ട്, അത് BJPക്ക് വോട്ട് പിടിക്കണം, ഹിന്ദു വോട്ടിൽ പിടിക്കണം, പറ്റുമെങ്കിൽ വേറെ എപ്പിസ്മിനെ ഇനി വീണ്ടും ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി അല്ലാത്ത മറ്റ് പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ കാന്തപുരത്തിനെ പോലത്തെ ആളുകളെ വീണ്ടും CPM മൂവ് ചെയ്യും. നമ്മൾ ഭാവിയിൽ ദിവസം കാണാൻ പോകുന്നത് അതായിരിക്കും. കാന്തപുരത്തിനെയും ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും ഓൾറെഡി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്ത കേരള SSF SKSSFും ഇതുണ്ടോ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയും EK അബൂബക്കർ മുസ്ലിയാർ രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തായിരുന്നു സുന്നി മൂവ്മെന്റ്. അതിൽ EK ഗ്രൂപ്പ് എപ്പോഴും മുസ്ലിം ലീഗിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഇപ്പുറത്ത് അരിവാൾ സുന്നി എന്നുള്ള പേര് പോലും നേരത്തെ ഉണ്ടായിരുന്നു APക്ക് കാന്തപുരത്തിന്. അപ്പൊ അത് വീണ്ടും കുറച്ചും കൂടി ഡിഫറൻസസ് കുറച്ചുകൂടി കുറച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായിട്ട് വലിയ ബന്ധങ്ങളുണ്ടാക്കി. ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഇപ്പം സമസ്തയുടെ ആ വിഭാഗത്തെ നയിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ പരിപാടിയൊക്കെ CPM ചെയ്യും. ഭാവിയിൽ കാണാൻ പോകുന്ന രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്, ദിവസങ്ങളിൽ കൂടുതൽ സങ്കീർണമാകും. തീർച്ചയായും ഇലക്ഷൻ വരാൻ പോലെ 2020 ഇലക്ഷൻ, അതിന് മുമ്പ് പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും കാറ്റെങ്ങോട്ടാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. അറിയോ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പൊ 1991 ആദ്യത്തെ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷനിൽ CPM ഇടതുപക്ഷം വേണ്ടി തൂത്തുവാരിയല്ലോ. അപ്പൊ അതല്ലോ 6 മാസം മുമ്പ് ഇലക്ഷൻ സർക്കാരിനെ പിരിച്ചുവിടെ ഇലക്ഷന് സർക്കാരിന് തോറ്റുമില്ലേ. അപ്പൊ അത് ഇലക്ഷനിൽ നിയമസഭ പെട്ടെന്ന് രാജീവ് ഗാന്ധിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും എല്ലാം വ്യത്യസ്തമായ രീതിയിൽ ജനങ്ങൾ കാണുന്നത്. ജനങ്ങൾ വളരെ ബോധവാന്മാരും കൃത്യമായിട്ട് പ്രത്യേകിച്ച് ഒരിക്കലുമല്ല, ഒരു കാലത്തുമല്ല. ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച ആ കാലത്ത് നിരക്ഷരകുക്ഷികളെന്ന് ആക്ഷേപിച്ചിരുന്ന ഉത്തരേന്ത്യൻ ജനത പിന്നെ ഇന്ദിരാഗാന്ധിയെ വീട്ടിലിരുത്തിക്കണം. പിന്നെ വീട്ടിലിരുത്തി സഞ്ജയ് ഗാന്ധി തോറ്റു, എല്ലാവരും തോറ്റില്ലേ. അപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ CPM വളരെ കാൽക്കുലേറ്റഡ് ആണ്, വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് എല്ലാ കാർഡും ഇറക്കി കളിക്കുകയാണ്. അതിന്റെ തെളിവാണല്ലോ വനിതാ മതിൽ എന്തൊക്കെയായിരുന്നു ഇവിടെ. അതൊക്കെ എവിടെ പോയി? ഒന്നുമില്ല, എല്ലാം പോയി. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചിത്രം കുറെ കൂടെ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കാം. പൊളിറ്റിക്കൽ അലയൻസിനെ കുറിച്ച് കുറച്ചും കൂടി ചിത്രങ്ങൾ വ്യക്തമാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.